bridal collection by Shobhika Wedding. രോഗികൾക്ക് പ്രഥമ പരിഗണനയും മികച്ച ചികിത്സാ സൗകര്യവും ഉറപ്പുവരുത്തണം. ആര്യാടൻ ഷൌക്കത്ത് എം.എൽ.എ. മാതൃശിശു സംരക്ഷണ കേന്ദ്രം വേഗത്തിലാക്കാൻ യോഗം 11-ന്. സാധാരണക്കാരായ രോഗികൾക്ക് പ്രഥമ പരിഗണനയും മികച്ച ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തണമെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം.എൽ.എ. സാധാരണക്കാരായ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ട അവസ്ഥ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് എം.എൽ.എ. വിളിച്ചു ചേർത്ത വികസന സമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ആശുപത്രിയുടെ 2.8 ഏക്കർ സ്ഥലം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാസ്റ്റർ പ്ലാനിനനുസരിച്ചുള്ള വികസനമാണ് നടത്തേണ്ടതെന്നും വ്യക്തമാക്കി. 17 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 4 നിലകളിലുള്ള മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കാൻ 11-ന് വൈകുന്നേരം 3 മണിക്ക് കരാറുകാരനെ കൂടി ഉൾപ്പെടുത്തി യോഗം ചേരാനും തീരുമാനിച്ചു. ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും ലഭിച്ച 9.38 കോടി രൂപയുടെ കെട്ടിടം പണിയുന്നതിന് സ്ഥലം ലഭ്യമാക്കുന്നതിന് സർവകക്ഷി പ്രതിനിധി സംഘവുമായി ആരോഗ്യമന്ത്രിയെ കാണാനും തീരുമാനിച്ചു. നിലമ്പൂർ താലൂക്ക് ആശുപത്രിയെ 2015-ൽ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയപ്പോഴുള്ള 142 കിടക്കകളുള്ള ആശുപത്രിക്കുള്ള സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴുള്ളത്. 250-ലേറെ പേരെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്, സർജൻ, നെഫ്രോളജിസ്റ്റ് എന്നീ തസ്തികകളിലടക്കം സ്റ്റാഫ് പാറ്റേൺ പുതുക്കുന്നതിന് മന്ത്രിയെ സമീപിക്കും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് M.K. റഫീഖ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം, DMO ഡോക്ടർ R. രേണുക, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൊറോണ റോയ്, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, RMO ഡോക്ടർ K. പ്രവീണ, NHM ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ TN അനൂപ്, A. ഗോപിനാഥൻ, പാലോളി മെഹബൂബ്, M. മുജീബ് റഹ്മാൻ, KT കുഞ്ഞാൻ, PV ഹംസ, PK മാത്തുക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. 20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ.